ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കാം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത്? അത് ഉത്തരം പറ. ഒരു സ്റ്റാൻഡേർഡിലും എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കണം പഠിപ്പിച്ചിട്ടില്ല. അവിടെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ നീ എന്നാടാ പഠിക്കരാകവാ? ഞാൻ കുക്കിംഗ് അല്ല എടുത്തത് സ്കൂളിൽ. അടിപൊളി. തലയിൽ കളിമണ്ണ് മാത്രമുള്ള നിന്നോട് ചോദിച്ച എന്നെ വേണം പറയാൻ തെണ്ടി. ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് വളരെ മോശം തന്നെ. ഒരു കിലോ അരിക്ക് എന്താണ് വില? 1 കിലോ അരിക്ക് എന്താണ് വില? പിണ്ണാക്കനെന്താ വില? കിലോ 4 രൂപ. ബാസ്മതിക്ക് എത്ര വില? ബാസ്മതിക്ക് എന്തിനാ ഞാൻ പറയുന്നത് നിങ്ങളുടെ വില? എനിക്ക് തീരെ മര്യാദയില്ലാത്തൊരു മനുഷ്യാന്ന് ഞാൻ പറഞ്ഞാൽ. മര്യാദക്ക് നിൽക്കുന്നത് സ്വല്പ പ്രയാസമാണ്. കോളേജൊക്കെ കഴിഞ്ഞതല്ലേ? ഇല്ലില്ല, സ്കൂളിലാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡില്. ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിന്റെ ഫോൺ അടിക്കണേ. ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഫോൺ സൈലന്റ് ആക്കിയിട്ട് മിനിമം മര്യാദയല്ലേ? ഒരു മര്യാദക്ക് വേണ്ട. ക്യൂട്ട്നസ് വാരി വിതറിയാൽ കേരളത്തിലെ പെൺകുട്ടികൾ വീഴുമെന്നൊരു ചിന്തയുണ്ടോ? അവനൊരു ഇന്നസെന്റ് ഫേസ് ഉണ്ട്, അതിലെ ഈ പെമ്പിളറൊക്കെ വീഴുന്ന ഉണ്ടോ? അപ്പോ പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ട്. ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? നിങ്ങൾ പ്രണയിക്കും? നിങ്ങൾ മറ്റേ അത് നിങ്ങൾ പറയുന്നത് ഭയങ്കര മോശാട്ടോ. അതാണോ? ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിൽ ആൾക്കാരുമായിട്ട്, അതായത് പാർട്ണറുമായിട്ട് വേണം, അതിൽ ട്രയൽ വേണം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ പിൻവലിക്കണം. ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധ. അതിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരില്ലേ? ചിലപ്പോ വരും, ചിലപ്പോ വരില്ല. തട്ടിയും കലമൊക്കെ ആവുമ്പോ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമല്ലേ? സ്വാഭാവികം. നിങ്ങൾ ഈ നാട്ടിലെ സമൂഹത്തിലെ സകല പെൺകുട്ടികളെ അപമാനിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഇരുന്ന് പറയുന്നത്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. കഷ്ടം. ചിരിക്കുന്നോ? അല്ല, ഇത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഹോട്ട് സീറ്റ് മെച്ചോർഡ് അല്ലാത്ത ഒരു ഗസ്റ്റിനെ എന്തിനാണ് അപ്പോസ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പഴയ ചാക്കണ്ണി ഒരിടത്ത മൂടിയാൻ പണ്ടാറടങ്ങാനായിട്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നല്ലോ? കേൾക്കാതെ ഞാൻ എന്താ പൊട്ടനാ? അതുകൊണ്ട് ഞാൻ സംസാരിക്കും. അങ്ങനെയാണ് നിങ്ങള്. നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കുക. അത് ഇങ്ങനെ മതിയാ? വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. എനിക്ക് എവിടെ ചെന്നാലും ഈ കാലക്കേടുള്ള എന്റെ ദൈവമേ. ഈ ഹോട്ട് സീറ്റ് വല്ല കിഡ്സ് പാർക്കിലും വെക്കുന്നത് അതായിരിക്കും നല്ലത്. അത് പൊളി. ഒരു അമ്മയും ഒരു മോനും. അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇത്രയും മ്ലേച്ഛകരമായ ഒരു ഹോട്ട് സീറ്റ് ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ ഇത് അവസാനിപ്പിക്കും. ഹോട്ട് സീറ്റ് അവസാനിപ്പിക്കും ഞാൻ ഇവിടെ. എനിക്കെല്ലാമായി തൃപ്തിയായി. അപ്പോസ് എടുത്തിട്ട് പോ. കൊണ്ടുനോക്കിയോ? കരിങ്കൂയിലേ കച്ചേരി വെക്കപ്പോറേ.